രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് അവർ സേഫ്റ്റിയാണ്. നമ്മളുടെ സുരക്ഷ എന്നിങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പം സുരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന റോഡ് സേഫ്റ്റിയാണ് അല്ലേ, ഫസ്റ്റ് മനസ്സിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ 10th ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, അവർ സേഫ്റ്റി. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു കുഞ്ഞു സ്റ്റോറി വന്നിട്ടുണ്ട്, ഒരു 4 ലൈനിൽ. രാജു എന്ന് പറയുന്നത് എൽഡർ ബ്രദറാണെന്ന് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഹി ഡിഡ് നോട്ട് ഒബേ സേഫ്റ്റി റൂൾസ് പാലിക്കാതെ ആയതുകൊണ്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഈ ഫ്രാക്ചേർഡ് ഈസ് ലെഫ്റ്റ് ആം. ആക്സിഡൻറ്റ്സ് ഒക്കർ ഡ്യൂ ടു, എങ്ങനെയാണ് ആക്സിഡൻറ്റ് ഒക്കർ ചെയ്യുക? കെയർലെസ്നെസ് അല്ലേ, നമ്മുടെ എന്താ പറയുക, ശരിയായ ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് കെയർലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? സേഫ്റ്റി എന്ന് പറയുന്നത് മീൻസ് സേവിങ് വൺ സെൽഫ് ഫ്രം ഗെറ്റിംഗ് ഹേർട്ട്. സേഫ്റ്റി എന്ന് പറയുന്നത് സേവിങ് വൺ സെൽഫ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ സേഫ്റ്റി സുരക്ഷിതമാക്കുന്നതിനെയും കുറിച്ചിട്ടാണ്. ഗെറ്റിംഗ് ഹേർട്ടിൽ നിന്ന്, പരിക്കലിൽ നിന്നും നമ്മളെ സുരക്ഷിതമാക്കുന്നതിനെയും കുറിച്ചിട്ടാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി മെഷേഴ്സ്. വി മസ്റ്റ് ഫോളോ സേഫ്റ്റി റൂൾസ് ഫോർ അവർ സേഫ്റ്റി. നമ്മൾ സുരക്ഷാ നിയമം പാലിക്കണം, എന്നാലേ നമുക്ക് ആക്സിഡൻറ്റ് പറ്റാതെയൊക്കെ നിൽക്കുള്ളൂ. സേഫ്റ്റി റൂൾസ് അറ്റ് വേരിയസ് പ്ലേസസ്. നമ്മളിപ്പോൾ റോട്ടിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പാലിക്കണം? സിഗ്നൽ ലൈറ്റിൻ്റെ റൂൾസൊക്കെ പാലിക്കണം അല്ലേ. അപ്പം ചുവപ്പ് ലൈറ്റാണ് കത്തുന്നതെങ്കിൽ എന്താണ് അറിയിക്കേണ്ടത്? നമ്മൾ വിചാരിക്കേണ്ടത് ചുവപ്പ് ലൈറ്റ് ആണെങ്കിലോ സ്റ്റോപ്പ്, ഡേഞ്ചറാണ് അല്ലേ, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ യെല്ലോ ലൈറ്റ് ആണെങ്കിലോ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് റെഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനാണ് യെല്ലോ കത്തുന്നത്, യെല്ലോ ലൈറ്റ്. ഗ്രീൻ ആണെങ്കിലോ നമുക്ക് പോവാം, വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. ഓക്കെ, നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫുട്പാത്തിൽ കൂടെയാണ് നമ്മൾ നടക്കാൻ പാടുള്ളൂ അല്ലേ. നമ്മൾ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ പാടുണ്ടോ? റോട്ടിൽ കൂടെ എങ്ങനെ നടക്കണം? സീബ്ര ക്രോസിങ് റോഡിലുള്ള ആ സ്ഥലത്ത് കൂടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ സീബ്ര ക്രോസിങ് പാലിക്കണം. ഓക്കെ, നമ്മൾ പതുക്കെ റോഡ് ക്രോസ് ചെയ്ത് സീബ്ര ക്രോസിങ് ലൈനൊക്കെ പാലിച്ച് പോകണം. റോഡിലും കണ്ടില്ലേ ഇത് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് സീബ്ര ക്രോസിംഗ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, പിന്നെയോ ബസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കണം? ഡു നോട്ട് ഗെറ്റ് ഇൻ ഓർ ഓഫ് അവർ മൂവിങ് ബസ് ഓടിക്കൊണ്ട് നിൽക്കുമ്പം നമ്മൾ ഇറങ്ങുകയോ അല്ലെങ്കിൽ ചാടി കയറുകയോ ചെയ്യാൻ പാടില്ല. ഡു നോട്ട് പുഷ് എനിവൺ. മറ്റുള്ളവരെ ഉന്തി തള്ളിടാൻ പാടില്ല. അപ്പം നമ്മൾ വീഴും അവരും വീഴും അല്ലേ, അതൊരു ഡേഞ്ചറാണ്. പിന്നെ ഡു നോട്ട് ലീൻ ഔട്ട് ഓഫ് എ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തല പുറത്തേക്ക് ഇടാൻ പാടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യും? മറ്റേ വണ്ടി പോകുമ്പോൾ നമ്മുടെ തലയോ കയ്യോ ഒന്നും പുറത്തിടാൻ പാടില്ല. അപ്പം നമുക്ക് ആക്സിഡൻ്റ് ആകും. മറ്റുള്ള വണ്ടി പോകുമ്പോൾ നമ്മളെ കൈയൊക്കെ തട്ടും. അപ്പം നമ്മൾ സേഫ്റ്റി ആയിട്ട് ഒതുങ്ങി കൂടി ഇരിക്കാൻ ശ്രമിക്കുക ബസ്സിൽ നിന്ന്. മേക്ക് എ ക്യൂ ടു ഗെറ്റ് ഇൻ ടു ദ സ്കൂൾ ബസ്സിലേക്ക് കയറുമ്പോൾ ക്യൂ പാലിക്കുക. പിന്നെ ഇതാണ് റൂൾസ് ഫോർ ബസ് എന്ന് പറയുന്നത്. പിന്നെ സേഫ്റ്റി അറ്റ് ഹോം. നമ്മളെ വീട്ടിലെങ്ങനെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് പാലിക്കണം. അപ്പം വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ എന്താ? ഫയർ, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ എന്ന്. ഓക്കെ, നമ്മൾ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഡു നോട്ട് പ്ലേ വിത്ത് ഫയർ. തീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളാകുമ്പോൾ ബ്ലേഡൊക്കെ എടുത്ത് കളിക്കാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾ നല്ല വലിയവരായാലും ഞാൻ തന്നെ ബ്ലേഡൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. നൈഫ്സ്, കത്തി, ബ്ലേഡ്, സിസേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ ഇലക്ട്രിക് വയർ തൊടാതിരിക്കുക. വയർസ്, പ്ലഗ്സ്, സ്വിച്ചസ്, യു മേ ഗെറ്റ് ഷോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ സ്വിമ്മിങ് ചെയ്യുമ്പോൾ, നീന്തുന്ന സമയത്ത് ഓക്കെ, ടേക്ക് സം എൽഡേഴ്സ് വിത്ത് യു വെൻ യു ഗോ ഫോർ സ്വിമ്മിങ്. മൂത്തവരെ നമ്മളെ കൂടെ കരുതുക. മൂത്തവരെ ആരെങ്കിലും നമ്മളെ കൂടെ കരുതണം. ഓക്കെ, നീന്താൻ പോകുന്ന സമയത്ത്, വെള്ളത്തിനടുത്തേക്ക് പോകുന്ന സമയത്ത്. ഡു നോട്ട് ഗോ ഇൻ ടു ഡീപ്പ് വാട്ടർ. ആഴമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങാൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ സേഫായിട്ട് ഉള്ള സ്ഥലത്ത് മാത്രമേ നീന്താൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കാം. അപ്പം നേരത്തെ ഞാൻ ചോദിച്ച പോലെ വാട്ട് ഡസ് ദ റെഡ് കളർ ഇൻഡിക്കേറ്റ്സ്? ഈ സിഗ്നൽ ലൈറ്റിൽ റെഡ് കളർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ? ഡേഞ്ചർ അല്ലെങ്കിൽ സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഗ്രീൻ ലൈറ്റ് വണ്ടി പോകാൻ വേണ്ടിയിട്ട് അല്ലേ.
ഗെറ്റ് ഗോ ഗോ ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ സേഫാണ്, ഗോ എന്നുള്ള ഇതിലാണ് പറയുന്നത്. യെല്ലോ ആണെങ്കിലോ ഗെറ്റ് റെഡിയാണ്. ഓക്കെ. Fill in the blanks with proper words given below in the box. We must walk on the footpath. We must get into a bus in queue. Queue പാലിക്കണം. We should cross a road only at the zebra crossing. A dash is a sharp thing. ഷാർപ്പ് ആയിട്ടുള്ള എന്തായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്താൽ അത് ഏതിലാണ് സ്യൂട്ട് ചെയ്യാൻ നോക്കൂ? നൈഫ് അല്ലേ? നൈഫ് എന്ന് പറഞ്ഞാൽ ഷാർപ്പല്ലേ, നമ്മൾ കൈ മുറിയും അല്ലേ? ഓക്കെ. പിന്നെ ട്രൂ ഓർ ഫോൾസ് ആണ്. ചിൽഡ്രൻ ഷുഡ് പ്ലേ അറ്റ് സീബ്ര ക്രോസിംഗ്. ഫോൾസ്. സീബ്ര ക്രോസിംഗ് നമ്മൾ കളിക്കാൻ നിന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ആക്സിഡൻറ്റും പറ്റും അല്ലേ? അത് സേഫ്റ്റി മെഷറാണല്ലോ പെടുന്നോ? അല്ല. അപ്പം അത് ഫോൾസ് ആണ്. വി ഷുഡ് വാക്ക് ഓൺ ദ ഫുട്പാത്ത്. യെസ്, കറക്റ്റാണ്. ചിൽഡ്രൻ ഷുഡ് ലൈറ്റ് ഫയർ ക്രാക്കേഴ്സ് ദംസെൽസ്. നോ, അത് നമ്മൾ കുട്ടികളുടെ ടൈമിൽ അധികം ഫയർ ക്രാക്കേഴ്സ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുക. ഡു നോട്ട് ലീൻ ഔട്ട് ഓഫ് എ മൂവിങ് ബസ്. കറക്റ്റ്. ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തലയോ കൈയോ ഒന്നും പുറത്തിടാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായോ?